പെർഫോമൻസുകൾ കാണാനുള്ള ഒരു സമയമാണ്. ആദ്യം ഞാൻ വിളിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു വടക്കൻ ഫാമിലി തന്നെയാണ്. നിങ്ങൾ പെർഫോമൻസിന് റെഡിയല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? വടക്കൻ ഫാമിലി ചെയ്യുന്നത് നമ്മളൊരു സ്കിറ്റ് ബേസ് ചെയ്തുകൊണ്ട് ഒരു ട്രാക്ക് കരോക്കെ ഇട്ടുകൊണ്ട് ഒരു പാട്ടും അതിന്റെ ഒരു സ്കിറ്റ് സ്കിറ്റും പാട്ടും കൂടി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ശരി, അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇവര് മണിച്ചേട്ടന്റെ ഫാൻ ബോയ്സ് ആയതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ കാണാൻ റെഡിയാണ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. വരൂ. ഉത്സവത്തിന് പോണ്ടേ? കുട്ടം പോയിക്കോ, ഉത്സവത്തിനൊന്നും ഞാൻ വരണില്ല. പിന്നെ നന്ദിനിക്കുട്ടി രണ്ട് കുട്ടന് ഉത്സവത്തിന് പോവോ? എന്നെ കണ്ട ആളുകള് എന്തെങ്കിലും വേണ്ടാതീനം പറഞ്ഞ എന്ത് ചെയ്യണം? നന്ദിനിക്കുട്ടി പറ. ഞാൻ പറഞ്ഞ എന്തു ചെയ്യോ? എന്തും ചെയ്യും. ചാകാൻ പറഞ്ഞ ചാകോ? ചാവൂല്ല. അതെന്താ? കുട്ടൻ ചത്ത കൊച്ചുമുതലാളി പറഞ്ഞ പോലെ നന്ദിനിക്കുട്ടി ചോദിക്കാനും പറയാൻ ആരില്ലാത്ത തെണ്ടിയായി പോവില്ലേ? നന്ദിനിക്കുട്ടി ചാവണ വരെ കുട്ടനും ചാവൂല. നന്ദിനിക്കുട്ടി ചാവുമ്പോ കുട്ടനും ചാവും. എന്തിനൊക്കെ അറിയണേ? സന്തോഷം കൊണ്ട. ഈ നന്ദിനിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ നല്ല രസാ. സന്തോഷം വന്നാലും കരയും, സങ്കടം വന്നാലും കരയും. എന്റെ കൂടെ ഉത്സവത്തിന് മാത്രം വരില്ല. ശരി, നമുക്ക് ഉത്സവത്തിന് പോവാം. പക്ഷേ എന്നെ ആരെങ്കിലും കളിയാക്കിയ കുട്ടൻ എന്ത് ചെയ്യും? ഇടി കൊടുക്കും ഞാൻ. ഇടിക്കോ? ഇടിക്കും. എപ്പിടിക്കണം നന്ദിനിക്കുട്ടി പറഞ്ഞാ മതി. വാ വാ താമര പെണ്ണേ, നീ എൻ പൊങ്കരളല്ലേ. വാ വാ താമര പെണ്ണേ, നീ എൻ പൊങ്കരളല്ലേ. കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. വാ വാ താമര പെണ്ണേ, നീ എൻ പൊങ്കരളല്ലേ. കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ. ചക്കരക്കുട്ടി നീ കൂടെ വന്നാൽ മാങ്ങ പറിച്ചു തരാം. ചക്കരക്കുട്ടി നീ കൂടെ വന്നാൽ മാങ്ങ പറിച്ചു തരാം. നല്ല മാങ്ങ പറിച്ചു തരാം. വാ വാ താമര പെണ്ണേ, നീ എൻ പൊങ്കരളല്ലേ. കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ? എന്ത് വേണേലും പറഞ്ഞു. ഒരു കൊച്ചു താലി വാങ്ങണം. എന്നിട്ട് നീലാണ്ടനും ശേഖരനും നാട്ടുകാരൊക്കെ കാണേ എന്റെ കഴുത്തി കെട്ടണം. നേരായിട്ട് പറയണേ. കുട്ടനാണ് നേര്. സൂപ്പർ.
അപ്പൊ ഒരു വടക്കൻ ഫാമിലിയുടെ ഒരു സൂപ്പർ പെർഫോമൻസ് ഇങ്ങനെ ഞങ്ങൾ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ ഹാപ്പി ആണോ എന്ന് പറയൂ. നിങ്ങൾ ഹാപ്പി ആണോ? ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങളും ഭയങ്കര സന്തോഷമായി. കാരണം നല്ലൊരു പാട്ട്, ക്യൂട്ടായിട്ടുള്ളൊരു പാട്ട്, അത് നല്ലൊരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് മണിദാസേട്ടന്, അതായത് ചേട്ടൻ ഒരുപാട് എക്സ്പീരിയൻസ് സ്റ്റേജിലൊക്കെ ചെയ്ത് പരിചയമുണ്ട്. പക്ഷെ ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ, ഒരുമിച്ച് സെറ്റ് ചെയ്ത്? ഫാമിലി ആയിട്ട് വരുന്ന ആദ്യത്തെ പ്രോഗ്രാമാണിത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവരെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം നല്ല രീതിയിലുണ്ട്. നല്ല രീതിയിലുണ്ട്. അത് ഈ ചേട്ടൻ പ്ലേ ചെയ്ത ക്യാരക്ടറും ഒരു ഐക്കോണിക് ക്യാരക്ടറാണ് നമ്മുടെ മണിച്ചേട്ടൻ. അത് ആ ഒന്നാമത്തെ ആ ഒരു സെന്റൻസ് പറയുമ്പോഴേ നമുക്ക് മണിച്ചേട്ടനും ആ സിനിമയും എല്ലാം ഓർമ്മ വരും. അതൊരു പ്രത്യേക ബോഡി ലാംഗ്വേജും ആ വേഷവും ആ ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ പറയായിരുന്നു, അയ്യോ കരയിപ്പിക്കോ അങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നൊരു ക്യാരക്ടർ. അതിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം കറക്റ്റായിട്ട്, വേഷം അതെല്ലാം പിടിച്ചിട്ടുണ്ട്. എല്ലാ മലയാളികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട മണിച്ചേട്ടന് വേണ്ടിയിട്ടുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് നമുക്കിത് എടുക്കാം അല്ലേ? അതെ. അങ്ങനെ കൃഷ്ണകുമാർ ചേട്ടന്റെ ഒരു പാട്ട്, അതും ഈ പറഞ്ഞ പോലെ നല്ല ഈ ഒരു പെർഫോമൻസിന് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ചേട്ടന്റെ പാട്ട് തന്നെയായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലോട്ട് വന്നത്? ഇന്നിവിടെ ചെയ്ത ഈ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് ഇത് ഐഡിയ രൂപീകരിച്ചു വന്നത്? മണിയേട്ടൻ മെയിനായിട്ട് മണിച്ചേട്ടൻ്റെ ക്യാരക്ടറാണ് ചെയ്യാറ്. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരു സാധനം എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു സംഭവം വന്ന് അതാണ് പ്രസന്റ് ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പോൾ കൃഷ്ണകുമാറേട്ടനും മണിച്ചേട്ടനും ആണ് ഇതിന്റെ എല്ലാം ഇങ്ങനെ നോക്കി തീരുമാനിച്ച്, ഭാര്യമാരും അമ്മമാരും മക്കളും ഒക്കെ അതിനനുസരിച്ച് ഇങ്ങനെ Join ചെയ്തു. അത്രേ ഉള്ളൂ. വൈഫിന് മൈക്ക് കൊടുക്കും. വൈഫിന് എന്താ പറയാനുള്ളത് നോക്കാം. നന്നായി ഡാൻസ് 2 വൈഫ് ഉണ്ട്. നമുക്ക് ആദ്യം ഏത് വൈഫിന്റെ കേൾക്കണം? ഇപ്പൊ മൈക്ക് പിടിച്ചിരിക്കുന്ന ആള് പറഞ്ഞോ. ഡാൻസർ ആണോ? ഡാൻസർ പഠിച്ചിട്ടൊന്നുമില്ല, പിന്നെ നമ്മൾ അല്ലാണ്ട് പഠിക്കാതെ ഇത്രയും കളിച്ചത്. പക്ഷെ നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല എനർജി രസമുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് കൊള്ളാം. പഠിക്കാതെ ഇത്ര നന്നായിട്ട് ചെയ്തെങ്കിൽ അത് നല്ലൊരു കൈയടി എന്തായാലും വേണം. തീർച്ചയായിട്ടും. മോൾക്ക് എന്തായി, എന്ത് പറയണം? നമ്മുടെ സൂപ്പർ ഫാമിലി വന്നിട്ട് ആദ്യമായിട്ട് ഇതാ നിങ്ങളുടെ പെർഫോമൻസ്, ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താ ആഗ്രഹം? ഡാൻസ് കളിക്കാൻ. ഇനി ഡാൻസ് കളിക്കണം എന്നാണ്. ഇനിയും കുറെ ഡാൻസ് കളിക്കണം എന്നാണ് ആഗ്രഹം അല്ലേ? യെസ്, അത് നമുക്ക് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തായാലും ഒരു വടക്കൻ ഫാമിലിയുടെ, എനിക്ക് തോന്നുന്നു 2 കലാകാരന്മാര് ആദ്യമേ റെഡിയായി വന്നു, അവരുടെ കൂട്ടത്തിലോട്ട് ഫാമിലി ജോയിൻ ചെയ്തു. അതാണ് ശരിക്കും സംഭവിച്ചത് അല്ലേ? സൂപ്പർ ഫാമിലി. ഇങ്ങനെ വേണം ഫാമിലി മെമ്പേഴ്സ് ആയല്ലേ. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അറിയില്ലെങ്കിലും നമ്മുടെ ഒരു ഫാമിലിക്ക് വേണ്ടി നമ്മളെല്ലാം മറന്നങ്ങ് സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഈ ഇങ്ങനെ ഒരു സന്തോഷം ഇത് വെറുതെ വീട്ടിലിരുന്ന കിട്ടുമോ നിങ്ങൾക്ക്? ഇല്ല. അതാണ്. അപ്പൊ എന്തായാലും സൂപ്പർ ഫാമിലിയുടെ ആദ്യത്തെ റൗണ്ട് നിങ്ങൾ ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ്.